വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകാൻ പ്രവർത്തകർ പള്ളിയിൽ നേർച്ച നടത്തി. കരുനാഗപ്പള്ളി ഷേഖ് മസ്ജിദിലാണ് കോൺഗ്രസ് പ്രവർത്തകർ നേർച്ച നടത്തിയത്. പള്ളിയിൽ പ്രവർത്തകർ പട്ടും തിരിയും സമർപ്പിച്ചു. കഴിഞ്ഞ് അതിന്റെ ഫലം വന്നിട്ട് ഇന്ന് 10 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നേതാക്കന്മാരും ഹൈക്കമാൻഡും വളരെയേറെ ചർച്ചകൾ നടത്തിയിട്ടും നാളിതുവരെ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നതിൻ്റെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ കരുനാഗപ്പള്ളിയിലെ വട നയിച്ച നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുനാഗപ്പള്ളി ഷേഖ് മജീദ് പള്ളിയിൽ ഞങ്ങളുടെ കൂട്ടായുള്ള ഒരു പ്രാർത്ഥന നടത്തുകയാണ്. വി.ഡി. സതീശന് വേണ്ടിയാണ് കരുനാഗപ്പള്ളി ഷേഖ് മസ്ജിദിൽ നേർച്ച നടത്തിയത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന പ്രാർത്ഥനയുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ ഷേഖ് മസ്ജിദിൽ നേർച്ച നടത്തിയത്. പട്ടും തിരിയും നേർച്ചയായി സമർപ്പിച്ചു. പ്രാർത്ഥനയും നടത്തി. അഡ്വക്കേറ്റ് ബാബുരാജ്, തോപ്പിൽ ശിഹാബ്, സലിം പാപ്പാക്കുളങ്ങര, വാവച്ചൻ, മുഹമ്മദ്, ഷിബി എംപിയിൽ, സലാം, ജമാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നേർച്ച നടത്തിയത്. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോടിക്കണക്കിന് വോട്ടർമാർ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാതെ കേരളത്തിലെ നേതാക്കന്മാരും ഹൈക്കമാൻഡുമൊക്കെ കാലതാമസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും താമസിച്ചാൽ ഇത് ഈ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ പടനായകൻ ശ്രീ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകരായ ഞങ്ങൾ കരുനാഗപ്പള്ളി ഷേഖ് മസ്ജിദിൽ ഒത്തുകൂടുകയും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ പട്ടും തിരിയും നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ ഒരു തരത്തിലും ഒരു അടിയറവും വെക്കാത്ത നിലപാടിൻ്റെ രാജകുമാരൻ ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇന്ന് ഹൈക്കമാൻഡിൻ്റെ ചർച്ച നടക്കുകയാണ്. ആ ഹൈക്കമാൻഡിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അവരുടെ മനസ്സിൽ തീർച്ചയായും ഇവിടുത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നല്ല, തീർച്ചയായും വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആ ഉറച്ച നിലപാടുകൾക്കുള്ള ഒരു പ്രാർത്ഥനയാണ് ഞങ്ങൾ ഇന്ന് ഈ മസ്ജിദിൽ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.